പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ പ്രമീള ഏറ്റെടുത്തതിനെ തുടർന്ന് സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത് എന്ന പ്രമീള തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പ്രമീള മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ്. ഇതേ തുടർന്ന് കാര്യങ്ങൾ വ്യക്തമാക്കി പറയുന്നതിന് തയ്യാറാകുന്ന പ്രമീള ഇനിയും നിങ്ങൾ അഭിഷേകിനോടുള്ള ക്രൂരത മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് എങ്കിൽ സത്യങ്ങളെല്ലാം ഞാൻ എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറയും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മാഷേ. ദേവബാലയോടും കൂടിയ ഞാൻ ഈ കാര്യം പറയുന്നത്. ഇനി ചന്ദ്രബാബു വരുമ്പോൾ സത്യങ്ങൾ ഞാൻ അറിയിക്കും. പ്രമീളെ, നീ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? ഞങ്ങളെല്ലാം അഭിഷേകിന്റെ നന്മ മാത്രമല്ലേ ആഗ്രഹിക്കുന്നത്? അഭിഷേകിന്റെയും ദേവബാലയുടെയും നല്ലൊരു കുടുംബ ജീവിതം നിങ്ങൾ അങ്ങനെ തന്നെയാണോ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. അഭിഷേകിനെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ് നിങ്ങൾ, അവനെ രക്ഷിക്കുകയാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇനി ഇതൊന്നും കണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. മര്യാദയ്ക്ക് എങ്കിൽ കാര്യങ്ങൾ മര്യാദയ്ക്ക് പോകും, മനസ്സിലായോ? എന്നും പറഞ്ഞ് പ്രമീള പോയതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ദേവബാലയും അച്ഛനും. പ്രമീളയെ നിലയ്ക്ക് നിർത്തണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ദേവരാജൻ. തൻ്റെ മകളുടെ ജീവിതം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തും ചെയ്യും. പ്രമീളയെ നമ്മൾ ഒതുക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് പുതിയ നീക്കം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ അയാൾ. പക്ഷേ ഇതിനിടയിൽ അഭിഷേക് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. എടി, നീ എന്നെ കൊല്ലുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ ജീവനോടെ തിരികെ വന്നാൽ എന്നെയിട്ട് നീ ഇവിടെ കഷ്ടപ്പെടുത്തിയതിനെല്ലാം പകരം ഞാൻ ചോദിക്കും. അതിൽ ഒരു മാറ്റവുമില്ല. നിന്നെയും നിന്റെ അച്ഛനെയും കൊല്ലാക്കൊല ചെയ്യും ഞാൻ. പറഞ്ഞില്ലെന്ന് വേണ്ട. എടാ, അതിനൊന്നും നിനക്ക് പറ്റില്ലടാ. അതിനു മുന്നേ നിന്നെ ഞാൻ ശരിയാക്കി എടുക്കും. നിന്നെ കൊല്ലാനൊന്നും പോണില്ല. നിന്നെ ഇവിടെയിട്ട് ഞാൻ വളർത്തും, നീ നോക്കിക്കോ. ഇത് കേട്ട് അഭിഷേക് തൻ്റെ അമർഷം അടക്കുകയാണ്. പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവുണ്ടാവുകയാണ്. ഗായത്രിയുടെ കാര്യങ്ങൾ കൃത്യമായി നോക്കുന്ന ജയരാമൻ ഒടുവിൽ അഭിഷേകിനെ ഗായത്രിയുടെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ള തീരുമാനം എടുത്ത് എത്തുകയാണ്. ഇത് പുതിയൊരു തിരിച്ചടിയാകുന്നു ദേവബാലയ്ക്ക്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.